പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വനിതാ ദിനത്തിൽ നമ്മൾ മറ്റൊരു വിഷയം കൂടി പരിശോധിക്കുകയാണ്. അതായത് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ഇടം ആണ് വനിതകൾക്ക് നൽകുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതേ ഉള്ളൂ. അതിൽ പുരോഗമന ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീ സംവരണത്തെ അടക്കം, പാർലമെന്റിലെ സ്ത്രീ സംവരണ ബിൽ അടക്കം പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടികൾ പോലും ഏത് നിലയിൽ ആണ് വനിതകൾക്ക് ഇടം നൽകുന്നത് എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ചയുണ്ടാകും. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതാണ്. മുസ്ലിം ലീഗ് ഇതിനു മുമ്പ് പലപ്പോഴും വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം പരിശോധിച്ചാൽ 1, 2 എന്നതിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. എങ്കിൽ ഇത്തവണ അതിന് മാറ്റമുണ്ടാകും എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക് കൂടുതൽ ഇടം നൽകുന്ന തരത്തിലേക്ക് പാർട്ടി മാറി ചിന്തിക്കുന്നു എന്നതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനിതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, എത്ര സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ, അതായത് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വനിതാ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഏറ്റവും മുൻഗണന ഉള്ളത് വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുഹറ മമ്പാടിനാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. സുഹറ മമ്പാട് ഇത്തവണ സ്ഥാനാർത്ഥിയായി എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു പേരുകൂടി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതും ഒരു സാധ്യതയായി നിലനിൽക്കുന്നു. അത് മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജന്റെ പേരാണ് എന്നതാണ്. വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ദളിത് ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയുള്ള 2 പേരുകൾക്ക് മാത്രമാണ് ഇത്തവണയും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിരവധിയായ പേരുകൾ നേരത്തെ നമ്മൾ കേട്ടിരുന്നതാണ്. അവിടെ നൂർബിന റഷീദിന്റെ പേര് നമ്മൾ കേട്ടിരുന്നു, പി കുൽസുവിന്റെ പേര് കേട്ടിരുന്നു. യുവ നേതാക്കൾക്ക് പരിഗണന ലഭിച്ചേക്കും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഹരിത സംസ്ഥാന അധ്യക്ഷ ഫാത്തിമ തഖ്ലിയ ഉൾപ്പെടെയുള്ളവരൊക്കെ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന ചില ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് സാഹചര്യം. എന്നാൽ ആ പേരുകളൊന്നും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അനുമോദ്, യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക് ഇങ്ങനെയായിരിക്കും കൂടുതൽ പരിഗണന എന്ന് ലീഗ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ലീഗ് പിന്നോട്ട് പോവുകയാണോ? 27 സീറ്റുകളിൽ അല്ലേ, അതായത് മത്സരിക്കാൻ പോകുന്ന ഈ സീറ്റുകളുടെ എണ്ണവും വനിതകളുടെ പ്രാതിനിധ്യവും പരിശോധിച്ചാൽ അത് എത്രമേൽ തുച്ഛമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ്. അഭിലാഷ്, 27 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു. അതിൽ എല്ലായിടത്തും പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല, 2 ഇടങ്ങളിൽ സ്വതന്ത്ര ചിഹ്നമായിരിക്കും. എന്നിരുന്നാലും 2 ഇടങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആലോചനകൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. 2 വനിതാ സ്ഥാനാർത്ഥികൾ എന്തായാലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് വനിതാ ലീഗിനും ഉള്ളത്. പക്ഷേ ഇത് കുറവാണോ എന്ന് ചോദിച്ചാൽ ലീഗിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടും കുറവല്ല, കൂടുതലാണ്. കഴിഞ്ഞ തവണ 1 സീറ്റാണ് വനിതയ്ക്ക് കൊടുത്തെങ്കിൽ ഇത്തവണ 2 സീറ്റാണ്. നമുക്ക് ആനുപാതിക കണക്ക് നോക്കുമ്പോൾ അത് കുറവാണെന്ന് പറയുമെങ്കിലും ലീഗിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ 2 സീറ്റ് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമായിട്ട് വേണ്ടി വരും കാണുവാൻ. ഇതിൽ സുഹറ മമ്പാടിന്റെയും അതുപോലെ ജയന്തി രാജന്റെയും പേരുകളാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. സുഹറ മമ്പാടിനെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുമെന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ജയന്തി രാജനെ കണ്ണൂരിലെയോ അതേപോലെ കോഴിക്കോട്ടെയോ എവിടെയെങ്കിലും ആകും പരിഗണിക്കുക. കൂത്തുപറമ്പ് അവർക്ക് സീറ്റിന് സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇവിടെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകൾക്ക് പരിഗണന കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്ന ചോദ്യമാണ് നേതൃത്വത്തിനെയൊക്കെ അല്പം ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ജയസാധ്യതയില്ലാത്തൊരു സീറ്റ് നൽകി എന്ന തരത്തിൽ തന്നെയാണ് അവിടെ ഉയരുന്ന വിമർശനം. ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് എന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. മലപ്പുറത്ത് ലീഗ് മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ സുഹറ മമ്പാടിനെ മലപ്പുറത്ത് എവിടെ സീറ്റ് നൽകിയാലും വിജയിപ്പിക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ ലീഗിലെ വലിയൊരു വിഭാഗം തന്നെ ഇത്തരത്തിൽ വനിതകളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് പൊതുജനത്തിന് അംഗീകരിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2 മണ്ഡലങ്ങളിൽ, പ്രധാനമായിട്ടും തിരൂരങ്ങാടിയും ഏറനാട് നിലവിൽ PK ബഷീറാണ് MLA. അദ്ദേഹത്തെ ഒരു പക്ഷേ മണ്ഡലം മാറാനുള്ള സാധ്യത മുൻനിർത്തിയാണ്, അതിൻ്റെ ഒരു സാധ്യത മുൻനിർത്തിയാണ് ചർച്ചകൾ നടക്കുന്നത്. ഏറനാടോ
തിരൂരങ്ങാടിയോ സുഹ്റാ മമ്പാടിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ ചർച്ചകളിൽ നിലവിലുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരുപക്ഷെ അത് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ ലീഗിലെ വലിയൊരു വിഭാഗം വെച്ച് പുലർത്തുന്നുണ്ട്. തിരൂരങ്ങാടിയും ഏറനാടും അങ്ങനെയുള്ള മണ്ഡലങ്ങളല്ല രണ്ടും എന്നാണ് പൊതുവൊരു വിലയിരുത്തൽ. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സുഹ്റാ മമ്പാട് നൽകിയിരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായിട്ട് ഉയരുന്നത്. പക്ഷേ ഇത് അവസാനമായി ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നിലപാടാകും ഉണ്ടാകുക എന്ന് പറയാനാകില്ല. അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ ലീഗിൻ്റെ ഉറച്ച മണ്ഡലത്തിൽ ഒരുപക്ഷെ അണികൾ അവരുടെ എതിർപ്പ് മറികടന്നും പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അണിനിരക്കുമെന്നുള്ളത് ലീഗിൻ്റെ ഒരു ചരിത്രമാണ്. എന്ന് തന്നെയാണെങ്കിലും മലപ്പുറം ജില്ലയിലെ എവിടെയെങ്കിലും ആയിരിക്കും സുഹ്റാ മമ്പാടിനെ മത്സരിപ്പിക്കുക എന്ന തരത്തിൽ തന്നെയാണ് പാർട്ടിക്ക് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ രണ്ടാമതൊരു സീറ്റിൽ ജയന്തി രാജനായിരിക്കും മത്സരിക്കുക എന്ന തരത്തിൽ തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. അതൊരു ജനറൽ സീറ്റിലായിരിക്കും അവർ മത്സരിക്കുക. കൂത്തുപറമ്പാകാനാണ് സാധ്യത എന്നാണ് ഇതുവരേക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഇതിൽ വിജയസാധ്യത മുൻനിർത്തി തന്നെയാകും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോഴും പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു വിജയസാധ്യത ഉള്ള ഒരു സീറ്റ് രണ്ടു പേർക്കും നൽകുമോ എന്നുള്ള ചോദ്യം അത് ഉത്തരം കണ്ടു തന്നെ അറിയേണ്ടതാണ്. അഭിലാഷ്. യെസ്, അതായത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് വിജയസാധ്യതയ്ക്കാണ്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പൊതുസമ്മതർ ഉൾപ്പെടെ ആണ് മത്സരിക്കാറ്. അതാണ് അനുമോദ് സൂചിപ്പിച്ചത്. അവിടെയാണ് എന്തുകൊണ്ടാണ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ കൃത്യമായ വനിതാ പേരുകൾ നിർദ്ദേശിക്കാൻ പറ്റാത്തത്. ഒരു പക്ഷേ പാർലമെന്റ് വനിതാ സംവരണം എന്നത് ബില്ലായി അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഭരണഘടനാ ഭേദഗതിയാണ് വരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം ഇതിന് അനുമതി ലഭിക്കേണ്ട പശ്ചാത്തലമുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനെ എതിർക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ അത് ഒരു നിയമമാകുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് ഇടം നൽകാൻ പാർട്ടികൾക്ക് സാധിക്കാതെ പോകുന്നു. ഇന്ന് നമ്മൾ പരിശോധിച്ചത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ കോണി കയറാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മുസ്ലിം ലീഗിലും മനസ്സിലാക്കേണ്ടത്. കേവലം 2 പേരുകൾ മാത്രമാണ്. 27 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗിൽ നിന്ന് വനിതാ പേരുകൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.